ഇനി വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രവാചകന്മാരുടെ ഖിസ്സകൾ നമുക്ക് പറഞ്ഞു തരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇബറത്തിന് വേണ്ടിയിട്ടാണ്. ലഖദ് കാന ഫീ ഖസസിഹിം ഇബറത്തുൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇബറത്തുണ്ട്. ഇബറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഗുണപാഠം. വിശുദ്ധ ഖുർആൻ ഒരു കഥ പോലും കേവലം കഥ പറയാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചിലപ്പോൾ കഥയും നോവലും ആളുകൾ വായിക്കും പറയുകയൊക്കെ ചെയ്യുന്നതിന് ടൈം പാസിന് വേണ്ടിയിട്ട്. ഒരു കാമ്പും ഉണ്ടാവില്ല. എല്ലാത്തിൻ്റെയും പ്രമേയം ഒന്നായിരിക്കും. തിരിച്ചും മറിച്ചൊക്കെ പറഞ്ഞതായിരിക്കും. ഒരു 10 കഥ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാം ഒന്ന് തന്നെ ആയിരിക്കും. ഒരു ടൈം പാസിന് വേണ്ടി അങ്ങനെ പലത്. അങ്ങനെ ഒരു കാര്യം ഖുർആനിൽ എവിടെ ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ കഥ പറയുന്നുണ്ടെങ്കിൽ, ഉപമ പറയുന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ, ചരിത്രം പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്തിനാ? അതിലൊക്കെ വലിയ പാഠം ഉൾക്കൊള്ളാനാണ്. അപ്പം അതേപോലെ ഏറ്റവും കൂടുതൽ ചരിത്രം പറയപ്പെട്ട പ്രവാചകനാണ് മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. വിശുദ്ധ ഖുർആനിൽ ധാരാളം പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ വായിക്കാറുണ്ട്. ഇതിലേറ്റവും കൂടുതൽ ചരിത്രം പറയപ്പെട്ട പ്രവാചകൻ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഖുർആനിൽ 136 സ്ഥലത്ത് മൂസാ അലൈഹി ഇസ്ലാമിനെ പരാമർശിക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇമ്രാനിൻ്റെ പുത്രൻ, ഇമ്രാൻ കുടുംബത്തിലെ നബി തന്നെയാണ് ആര്? മൂസബിന് ഇമ്രാനാണ്. മൂസബിന് ഇമ്രാൻ അഫ്ളലുൻ നബിയ്യിൻ എന്നാണ്, ഏറ്റവും ശ്രേഷ്ഠവാനായ നബിയാണ്. ഏത് സമുദായത്തിൽ? ഫി ബനി ഇസ്രായീൽ. ബനു ഇസ്രായീലരിലേക്ക് നിയോഗിക്കപ്പെട്ട നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? മൂസാ അലൈഹി സ്വലാം. അതുകൊണ്ടാണ് ബനു ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട മറ്റാരെയും വേറെ എണ്ണുന്നില്ലല്ലോ. ഉലുൽ അസ്മായിട്ട് എണ്ണുന്നതിൽ അവിടുന്ന് അങ്ങനെ പറഞ്ഞു പോന്നാൽ നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രക്ക് ത്യാഗം സഹിച്ചു മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സ്ഥലത്ത് വിശദമായും ചുരുക്കിയുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 4 സൂറത്തുകളിലാണ് സവിസ്തരം മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പറഞ്ഞ അധ്യായങ്ങൾ. ഒന്ന് സൂറത്തുൽ ബഖറയാണ്. സൂറത്തുൽ ബഖറയിൽ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം വിശാലമായി പറഞ്ഞിട്ടുള്ള സൂറത്താണ്. അതേപോലെ തന്നെ സൂറത്തുൽ അഅറാഫ്, സൂറത്ത് ത്വാഹ, സൂറത്ത് ഖസസ്, അതിലൊക്കെ വിശാലമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത്ര തന്നെ വിശാലമല്ലെങ്കിലും ഒട്ടേറെ സൂറത്തുകളിൽ ചുരുക്കി പലേതായി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം. അപ്പോൾ ഖുർആനിൽ ഏറ്റവും അധികം ചരിത്രം പറയപ്പെട്ട നബി ആരാണെന്ന് ചോദിച്ചാൽ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആ പ്രവാചകനെ സംബന്ധിച്ച് ഇവിടെ ചിലയിടത്ത് ചില കാര്യങ്ങൾ പറയും, ചിലയിടത്ത് ചിലത് പറഞ്ഞിട്ടുണ്ടാവില്ല. ഖുർആനിനെ ഒരിടത്ത് പറഞ്ഞത് മറ്റു സ്ഥലങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇപ്പം ഇവിടെ ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഏതാനും ചരിത്രങ്ങളാണ് തുടക്കത്തിൽ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്.